ഒളിച്ചോടിയല്ലോ. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു പ്ലാനിങ് ഒക്കെ? പ്രേമമോ അമ്പടി ജിഞ്ചിന്നാക്കടി. വീട്ടില് അമ്മേനോട് എന്ത് പറഞ്ഞു? എപ്പൊ ഇറങ്ങി? എങ്ങനെ ഇറങ്ങി? ഇവനാണെങ്കിൽ ദേഷ്യം വന്ന്, അപ്പൊ അമ്മ ആണെങ്കിൽ എന്തോ ചീത്തയൊക്കെ പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാ ഒളിച്ചോടാൻ. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ആരൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് ജോലികൾ? അവൻ ചെയ്യും എല്ലാം. എന്താടാ ഇത്? ഇയാളുടെ ലൈഫ് വേസ്റ്റഡാ. ഒരു ആൾക്കാരെ പറ്റിക്കുമ്പോ ചെറിയൊരു സുഖം. എങ്ങനെ പറ്റിക്കുന്നു? പ്രേമമാണ്. നീ കാണുന്നില്ലേ ആ കണ്ണുകളിലെ പ്രണയം? ആർക്ക്? ഞാൻ ഐ ലവ് യു കൊടുക്കും. അവരിങ്ങോട്ട് മെസ്സേജ് അയക്കും, പിന്നെ ഞാൻ അവരെ ബ്ലോക്ക് ചെയ്തിട്ട് വേറെ ആൾക്കാർ മെസ്സേജ് അയക്കും എനിക്ക് ഫ്രണ്ടായി. അപ്പൊ അവർക്ക് അതിൽ കേൾക്കും, എന്നിട്ട് അവരെ ബ്ലോക്ക് ചെയ്യും. ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ? എന്റെ വേറെ കയ്യിൽ കേൾക്കും, എന്റെ അവരെ ബ്ലോക്ക് ചെയ്യും. ഫേസ്ബുക്ക് നോക്കുമ്പോ അതിൽ 3-4 ചാറ്റ് ലിസ്റ്റ് ഇങ്ങനെ ഐ ലവ് ഇങ്ങനെ കുറെ മെസ്സേജ് ഇങ്ങനെ കിടക്കുന്നു. ഞാൻ നോക്കുമ്പോ എന്താണ് അപ്പൊ എന്നെ കാട്ടി വലിയ കോടിയാണോ? അവനൊരു ഉപകാരം നമുക്കൊരു പലഹാരം. ഇപ്പൊ കണ്ടുപിടിക്കാണ് വിഷ്ണുവിന്റെ പ്രൊഫൈലില് ഒരു ചാറ്റ് ഹൈഡ് ചെയ്തിട്ടേക്കുന്നു. അത് കണ്ട് എന്ത് ചെയ്യും? അവനെ കൊല്ലും ഞാൻ. എങ്ങനെ വിഷം കലക്കി കൊടുക്കും. കൂടുതൽ ഇനി എന്താ അപകടം വരാന് എന്റെ കൊച്ചമ്മണി? എടാ എടാ എന്താണ്ടി എനിക്ക് മീൻ കറിയും ചോറും വേണം. മീൻ കറിയും ചോറ് വേണടാ. പൈസ ആയിരുന്നു അപ്പം തരുമോ? ഇത്ര നാൾക്കിടയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വന്ന ഒരു കമന്റ് ആയിരിക്കും ഇങ്ങനെ. എനിക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ലൈക്ക് കിട്ടാറുണ്ട്. അപ്പൊ ഞാൻ അത് തന്നെ ചുണ്ടി ഇങ്ങനെ വെച്ചിട്ട് സംസാരിക്കും. അപ്പൊ അത് എല്ലാരും കണ്ടിട്ട് ഹാൻഡ്സ് വെക്കുന്നു, കൂട് വെക്കുന്നു എന്നൊക്കെ പറയും. കഷ്ടം. പിന്നെന്നുള്ള താങ്ങ് തനിക്ക് ഇനിയും പ്രതീക്ഷിക്കാം. ഓ കേറിപ്പോ. അയ്യോ ബോംബെ കഷ്ടം.